പല പേഷ്യൻസ് വന്നിട്ട് അഭിമാനത്തോടെ പറയും, ഞങ്ങൾ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒന്നും കഴിക്കില്ല, വീട്ടിലെ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. എന്നാൽ വീട്ടിലെ ഭക്ഷണം പലപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ഫ്രിഡ്ജിലാണ്. എന്നാൽ ഫ്രിഡ്ജ് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് അസുഖങ്ങളുടെ ഒരു കലവറയായിട്ട് മാറാം. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമായിട്ടും എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ കുറയാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ ഫ്രിഡ്ജിലെ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? ഹൃദയാരോഗ്യത്തിനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കേണ്ടതും അതുപോലെ ഉൾപ്പെടുത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ എങ്ങനെയാണ് ഹൃദയത്തെ ബാധിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഒന്നാമതായിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ സാധാരണ വെക്കുന്നതാണ് സോസുകൾ, പ്രിസർവേറ്റീവ് അടങ്ങിയ ഭക്ഷണങ്ങൾ. ഇപ്പോൾ കെച്ചപ്പ്, സോയാ സോസ്, സാലഡിന്റെ ഡ്രസ്സിങ്ങുകൾ, ഇതിലൊക്കെ അമിതമായ അളവിൽ ഉപ്പും പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. അമിതമായ സോഡിയം രക്തധമനികളിൽ വെള്ളം കെട്ടി നിൽക്കാൻ കാരണമാകുന്നു. അതുപോലെ ഹൃദയത്തിന് കൂടുതൽ ജോലിഭാരം ഉണ്ടാക്കുന്നു. ഇത് ക്രമേണ ഹാർട്ട് ഫെയിലിയറിലേക്ക് നയിച്ചേക്കാം. രണ്ടാമതായിട്ട് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ളവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പ്രോസസ്ഡ് മീറ്റുകൾ. അതിൽ സോസേജസ് ഉണ്ട്, നഗറ്റ്സ് ഉണ്ട്, ഫ്രീസ് ചെയ്ത കബാബുകളുണ്ട്. ഇതൊക്കെ കേടാകാതിരിക്കാൻ ചേർക്കുന്ന നൈട്രേറ്റുകൾ രക്തധമനിയിലെ ഉള്ളിലുള്ള തൊലിയെ നശിപ്പിക്കുകയാണ്. ഇതുവഴി രക്തധമനികൾ പതുക്കെ കട്ടിയാകും, ബ്ലോക്കുകൾ വരും. ഇറച്ചി എപ്പോഴും ഫ്രഷ് ആയിട്ട് വാങ്ങി അന്ന് തന്നെ പാകം ചെയ്യുന്നതാണ് ഹൃദയത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ പ്രശ്നം, നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്ന കറികളാണ്. നമ്മളിപ്പോൾ ഒരേ എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും വറുക്കുന്ന പോലെ തന്നെ കേടാണ് പഴയ എണ്ണമയുള്ള കറികൾ വീണ്ടും വീണ്ടും ചൂടാക്കുന്നത്. വീണ്ടും ചൂടാക്കുമ്പോൾ ഭക്ഷണത്തിലെ കൊഴുപ്പ് ഓക്സിഡൈസ്ഡ് ആവാണ്. ഇത് ശരീരത്തിൽ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന കേടുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഹൃദയത്തിന് കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കും. നാലാമത്തെ പ്രശ്നം, ഫ്രിഡ്ജിലൊക്കെ ഉള്ള പാക്കറ്റ് ജ്യൂസുകളാണ്. ഇതിലടങ്ങിയ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് കരളിനെ തളർത്തും, ട്രൈഗ്ലിസറൈഡ് കുത്തനെ വർദ്ധിപ്പിക്കും. ഇതുവഴി ഹൃദയാഘാത സാധ്യത ഉണ്ടാക്കും. ഇതിന് പകരം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങൾ കഴിക്കണം. അഞ്ചാമത് നമ്മൾ അറിയേണ്ടത്, പച്ചക്കറികളൊക്കെ ഒരുപാട് കാലം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അവയിലെ വിറ്റാമിനുകൾ നശിച്ചു പോകും. വിറ്റാമിൻ സി, ബി കോംപ്ലക്സ്, ഇതൊക്കെ ഹൃദയാരോഗ്യത്തിന് അത്യാവശ്യമാണ്. പഴയ പച്ചക്കറികളിൽ ഇവയുടെ എണ്ണം കുറയുന്നത് കാരണം ജീവനില്ലാത്ത ഭക്ഷണം കഴിക്കുന്ന പോലെയാണ്. പച്ചക്കറികളൊക്കെ 3-4 ദിവസം കൊണ്ട് തന്നെ ഉപയോഗിച്ച് തീർക്കണം. ആറാമത്തെ പ്രശ്നം, ഫ്രിഡ്ജിൽ ഭക്ഷണം തുറന്നു വെക്കും ചിലർ, മറ്റു ചിലർ പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ചു വെക്കും. പ്ലാസ്റ്റിക്കിലെ രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് കലരും. ഇത് ഹോർമോൺ വ്യതിയാനങ്ങളിലൂടെ ഹൃദയമിടിപ്പിനെ ബാധിക്കും. ഏറ്റവും നല്ലത് ഗ്ലാസ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഇനി ഹൃദയാരോഗ്യത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട ഫ്രിഡ്ജ് നിയമങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ആഴ്ചയിലൊരിക്കൽ ഫ്രിഡ്ജ് വൃത്തിയാക്കുക. കാലഹരണപ്പെട്ടത് അതല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ പഴകിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. രണ്ടാമത്തത്, ഫ്രിഡ്ജിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ മുകളിൽ നമ്മുടെ ഒറ്റനോട്ടത്തിൽ കാണുന്ന ഭാഗത്ത് പഴങ്ങൾ വെക്കുക. അതിന്റെ താഴെ ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ വെക്കുക. ഈ ജങ്ക് ഫുഡുകൾ എപ്പോഴും പുറകിലേക്ക് മാറ്റി വെക്കുക. മൂന്നാമത്തത്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. പകരം സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കുക. ഇത് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം നിലനിർത്താൻ സഹായിക്കും. നാലാമത്തത്, ഈ ഫ്രോസൺ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ ലാബിൽ വായിക്കാം. അതിലുള്ള സോഡിയം, ട്രാൻസ്ഫാറ്റിന്റെ അളവ് ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. അഞ്ചാമത്തത്, നമ്മുടെ എല്ലാവരുടെയും ഫ്രിഡ്ജിൽ കുറച്ച് പ്രോബയോട്ടിക്സ് നിർബന്ധമായിട്ട് വേണം. തൈര്, മോര്, യോഗേട്ട്, ഇതെല്ലാം കുടലിന്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ആറാമത്തത്, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ മാത്രമുള്ള വാങ്ങിക്കുക. ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണമാണ് ഹൃദയത്തിന് ഏറ്റവും നല്ലത്. നമ്മൾക്ക് എത്ര ദിവസം വരെ ഫ്രിഡ്ജിൽ ഭക്ഷണം സൂക്ഷിക്കാറുണ്ട്? പഴയ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ശീലം നമുക്കുണ്ടോ? കമന്റ് ചെയ്യുക.